وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل. إن الله نعم ما يعظكم به. إن الله كان سميعا بصيرا. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വില കൽപ്പിച്ചും ധർമ്മനിഷ്ഠയോടെ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. നാം സത്യവിശ്വാസികളാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് യഥാവിധി ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളുമാണ്. ചില ബാധ്യതകളും സ്വഭാവ ഗുണങ്ങളും കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നമുക്ക് മുസ്ലിം എന്ന പേരിന് നാം അർഹരാവുക. സമകാലീന മുസ്ലിം സമൂഹത്തിൻ്റെ അപജയം എന്ന് പറയുന്നത് പലപ്പോഴും ഇസ്ലാം പേരിൽ ഒതുങ്ങുന്നതായി പോവുകയാണ്. ജീവിതത്തിൽ, വിശ്വാസത്തിൽ, ആചാരങ്ങളിൽ, കർമ്മനിഷ്ഠാനങ്ങളിൽ, സ്വഭാവ പെരുമാറ്റങ്ങളിലൊന്നും ഇസ്ലാം പറഞ്ഞ നിഷ്ഠ യഥാവിധി മാനിക്കാൻ കഴിയാത്ത ആളുകൾ, ഏത് വൃത്തികേടുകൾ ചെയ്യുന്ന കൂട്ടത്തിലും മുസ്ലിം നാമധാരിയുടെ പേര്, അവനെങ്ങനെയാണ് യഥാർത്ഥ മുസ്ലിം ആവുക? വർഗീയത വിളമ്പുന്നിടത്ത് ഒരു മുസ്ലിം നാമം, വിശ്വാസി സമൂഹത്തിന് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുന്നിടത്ത് അവനുണ്ടാകും. അവനെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെ അടിക്കുവാനുള്ള ഒരു വലിയ വടിയായിട്ട് എടുത്തു കാണിക്കുക. ഇത് മുസ്ലിം ഉമ്മത്തിൻ്റെ തന്നെ വലിയൊരു പരാജയമാണ്. അഹ്മദ് ഷൗക്കി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഒരിടത്ത് പറയുന്നുണ്ട്, വഇദാ ഉസീബൽ ഖൗമു ഫീ അഖ്ലാഖിഹിം ഫഅഖിം അലൈഹിം മഅ്തമൻ വഅബീല. മുസ്ലിം ഉമ്മത്തിന് അവരുടെ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ മുസ്ലിം ഉമ്മത്ത് ജീവിച്ചിരിക്കുന്നില്ല. അവരുടെ ശവമഞ്ച റെഡിയാക്കിക്കോളൂ, അവൻ്റെ മയ്യത്തും കട്ടിലിട്ടോളി എന്നാ പറഞ്ഞ് ആ മുസ്ലിം നാമധാരിയുടെ അല്ലെങ്കിൽ അത്തരം സമൂഹത്തിൻ്റെ ഇസ്ലാമാന്ന് പറഞ്ഞ അടുക്കണിയിൽ ഒരർത്ഥമില്ല. അദ്ദേഹം ഇത് പറയുന്നത് നമ്മളിലൂടെ നമ്മളുടെ മക്കൾക്ക് യഥാർത്ഥ ഇസ്ലാം കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോഴാണ്. وَإِذَا النِّسَاءُ نَشَأْنَ فِي أُمِّيَّةٍ رَضِعَ الرِّجَالُ جَهَالَةً وَخُمُولًا. നല്ല മക്കളാക്കി വളർത്താൻ ഉമ്മമാർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ആ ഉമ്മമാർക്ക് ദീൻ അറിയണം. അല്ലെങ്കിൽ ആ കുട്ടികള് ആ കോലത്തിലേ വളരൂ.
ലൈസൽ യതീമു മൻ ഇൻതഹാ അബവാഹു മിൻ ഹമ്മിൽ ഹയാത്തി വഖല്ലഫാഹു ദലീലാ. ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചു, ഉമ്മ വിരിഞ്ഞുപോയി എന്ന് വിചാരിച്ച് അത് മാത്രമാണ് യത്തീം നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. പിന്നെ എപ്പോഴാ കുട്ടികൾ യത്തീമാവുക? അത് ഇന്നത്തെ നമ്മളുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മളുടെ കുട്ടികൾ പലപ്പോഴും യത്തീമാണ്. എന്തുകൊണ്ട്? ഇന്നൽ യതീമ ഹുവല്ലദീ തൽഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബം മശ്ഗൂലാ. നമ്മുടെ മക്കൾ യത്തീമാകുന്നത് നമ്മളുടെ മക്കൾക്കൊരു ബാപ്പുണ്ട്, പക്ഷേ കുട്ടികളെ തിരിഞ്ഞു നോക്കൂല. അവന് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ട രൂപത്തിൽ പിതാവിൽ നിന്നൊന്നും കിട്ടുന്നില്ല. ഉമ്മയുണ്ട്, പക്ഷെ ആ ഉമ്മ എന്താന്ന് വെച്ചാല് ഉമ്മ മശ്ഗൂലാണ്. ആ കുട്ടിയുടെ കാര്യത്തില് ബാപ്പ മശ്ഗൂലാണ്, ഉമ്മയും തന്നെ അവനെ ഒഴിച്ചിട്ടേക്ക്. കട്ടയിൽ കിടന്ന് കതിരു പോരുക എന്ന് പറഞ്ഞ മാതിരി അത് കൂട്ടത്തിൽ അങ്ങനെയാണ്ട് ഒരാളായിട്ട് അവനും അങ്ങനെയാണ് വലുതായിക്കോളും. പക്ഷെ കിട്ടേണ്ടത് കിട്ടുന്നില്ല. ഇങ്ങനെ സമൂഹം വഴക്കാകുന്നതിനെ കുറിച്ച് അദ്ദേഹം വിലപിച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ വിഷയങ്ങളിലൊക്കെ മനുഷ്യത്വം നശിച്ചു പോവുകയും മാനവിക മൂല്യങ്ങൾക്ക് വലിയ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് ഖുതുബകളിൽ പരാമർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഇസ്ലാമിക മൂല്യങ്ങൾ. അതും സമൂഹത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതക്രമത്തിലൂടെ അവൻ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കേണ്ട അതിമഹത്തായ ഗുണങ്ങളാണ്. അത് സ്വന്തം ജീവിതത്തിലൂടെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ പഠിക്കാൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലഘുലേഖ കൊടുത്താൽ മാത്രം പോരാ, വാളിലോ പ്രസംഗത്തിലോ മാത്രം ഒതുങ്ങി നിന്നാ പോരാ. നമ്മൾ ആര്, അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ആ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളും മൂല്യങ്ങളും പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അന്നത്തെ പേർഷ്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്നുണ്ട്. രാജാവ് എഴുന്നള്ളും കുറച്ചു കഴിഞ്ഞാല്. അപ്പോ എല്ലാരും കുമ്പിട്ടുന്നൊള്ളി നമിച്ച് നിൽക്കണം. അദ്ദേഹം പറഞ്ഞു, നമ്മളെ സ്വഭാവത്തിൽ പെട്ടതല്ലത്, ഞങ്ങള് റബ്ബിന്റെ മുമ്പിൽ മാത്രമേ കുമ്പിടുള്ളൂ, റുക്കൂ സുജൂദൊക്കെ ചെയ്യുള്ളൂ. ഈ നിൽക്കണ നിപ്പില് രാജാവിനെ കണ്ടിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആകാന്നുള്ള കോലത്തിലാ പറഞ്ഞേക്കും. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് അവിടെ വിരിച്ച ആ പളപളപ്പിന് വേണ്ടി കാണാൻ വേണ്ടി വിരിച്ച ആ ചുവപ്പ് പരവതാനിയിൽ ഇങ്ങനെ പോറലേൽപ്പിക്കുന്നുണ്ട്. അതിലേക്കൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോണില്ല. ഞങ്ങൾ ഇരിക്കുന്നറിഞ്ഞു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഈ അലങ്കാരവും ഈ ഇതും കണ്ടിട്ട് ഇവിടെ ഇരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല, അതിനോട് പുച്ഛാണ് ഞങ്ങൾക്ക് എന്ന് അദ്ദേഹം അവിടെ ധരിപ്പിച്ചു. ഇതൊക്കെ അവരെ ചൊടിപ്പിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, റുസ്തും ചോദിക്കുന്നുണ്ട്, മാ ജാഅ ബിക്കും, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അപ്പൊ മുസ്ലിമീങ്ങളുടെ ദൗത്യം എന്ത് എന്ന് റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അവിടെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയൊരു സെന്റൻസില്, ലഖദ് ഉബ്തുഅസ്നല്ലാഹു ലിനുഖ്രിജൽ ഇബാദ് മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ആലമീൻ, ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. മനുഷ്യന്മാരിൽ ചിലർക്ക് ചിലരോടുള്ള ഭക്തിയും ബഹുമാനവും കൂടിയിട്ട് അവരെ ദൈവതുല്യരായി കണ്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഏകനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് ഞങ്ങളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നാമത് എണ്ണി പറഞ്ഞ കാര്യം അതാണ്.
ശിർക്കുമായി കലരാത്ത ശക്തമായ തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം. ومن جور الأديان إلى عدل الإسلام. അക്കാലത്തും ഇക്കാലത്തും പ്രസക്തമാണത്. മതങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്ന് നീതിനിഷ്ഠമായ ഇസ്ലാമിന്റെ സുന്ദരമായ വ്യവസ്ഥിതിയിലേക്കാണ് ഞങ്ങൾക്ക് ക്ഷണിക്കാനുള്ളത്. ബഹുഭൂരിപക്ഷം കൊണ്ട് ഞങ്ങളാണ് ഇവിടുത്തെ മേധാവികളാകേണ്ടത്, ഞങ്ങൾക്കാണ് ഇവിടുത്തെ എല്ലാം അവകാശപ്പെട്ടത്, നിങ്ങൾ ഇവിടെ ഒരു ന്യൂനപക്ഷം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളോട് അവരുടെ അവകാശങ്ങൾ ധ്വംസിക്കുകയും അവർക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന സമ്പ്രദായം എക്കാലത്തുണ്ടായിട്ടുണ്ട്. അത് ഇക്കാലത്തും അഭംഗുരം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രസ്താവനയുടെ പ്രസക്തി നോക്കൂ നിങ്ങൾ. ഒന്നര സഹസ്രാബ്ദം പിന്നിട്ടിട്ടും പ്രസക്തമാണ് ഈ വചനങ്ങൾ. ഇസ്ലാമിന്റെ നീതിനിഷ്ഠയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ദുനിയാവില് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, അതിനൊക്കെ അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ വിശാലമായ ഇസ്ലാമിന്റെ ഇഹപര വിജയത്തെക്കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് സ്വീകരിച്ചാൽ നിങ്ങൾക്കും നന്ന് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ് വന്നതൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ അത് ഇവിടെ പ്രചരിപ്പിക്കാൻ പറ്റൂല. ഇത് പറയാനും ഇവിടെ പ്രചരിപ്പിക്കാനും എന്റെ നാട്ടിൽ നിങ്ങൾക്കൊരിക്കലും അനുവാദമില്ല. അതിന്റെ മുമ്പ് നിങ്ങൾ മരിച്ചിരിക്കും എന്നാണ് റുസ്തും പറഞ്ഞത്. അതിന് റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, വഅദനല്ലാഹു അസ്സ വജൽ അന്നൽ ജന്ന ലിമൻ മാത മിന്നാ. മരിക്കണേന് വലിയ പേടിയൊന്നുമില്ല, കുഴപ്പമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരാള് മരിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്കാണ് സ്വർഗമുണ്ടെന്ന് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നത്. പിന്നെ വിജയല്ലേ, അത് ബാക്കിയുള്ള ആളുകളുടെ കൈക്ക് വന്നോളും. ഈ രൂപത്തിൽ സംഭാഷണം നീണ്ടുപോവുക. ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് അവിടെ റിബഈ ഇബ്നു ആമിർ ധൈര്യസമേതം റുസ്തുമിന്റെ കൊട്ടാരത്തിൽ വെച്ച് പറയാണ്. അതുപോലെ തന്നെ ആണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബിസീനിയൻ ചക്രവർത്തിയായ നജാശി രാജാവിന്റെ മുമ്പിലും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. എന്താണ് നിങ്ങളുടെ ദൗത്യം, എന്താണ് നിങ്ങളുടെ വിശ്വാസം ഒക്കെ ചോദിച്ചറിഞ്ഞപ്പോ അദ്ദേഹം കൃത്യമായിട്ട് ഇസ്ലാമിനെ പറ്റിയാ പരിചയപ്പെടുത്തിയ. ഞങ്ങൾ ഇസ്ലാം പ്രചരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ബിംബാരാധകരാണുള്ളത്. സ്വന്തം കൈകൊണ്ട് കൊത്തിണ്ടാക്കി അതിന് പെയിന്റ് അടിച്ച് അതിന് സ്വർണ്ണ കളർ കൊടുത്ത് സിൽവർ കളർ കൊടുത്തിട്ട് അതിനെ തന്നെ പിന്നെ ദൈവമാക്കി വെക്കുക. നോക്കുങ്ങള്, പ്രസക്തി നശിച്ചിട്ടുണ്ടോ ഇക്കാലത്ത്? 900 ദൈവങ്ങളെ തങ്ങളുടെ കൈകൊണ്ട് കൊത്തിയുണ്ടാക്കി അതെന്നെ തങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് പ്രതിഷ്ഠിച്ചിട്ട് അതിന്റെ മേൽ പൂമാലിട്ടിട്ട് അവസാനം നമ്മള് ഏതോ ഒവുചാലിന്റെ വക്കത്തിരുന്ന് ഷെഡ് വെച്ച് കെട്ടിയിട്ട് കൊത്തിയുണ്ടാക്കിയ ആ കൊത്തുവേലക്കാരന്റെ കയ്യിൽ നിന്ന് ചില്ലറ തുട്ടുകൾ കൊടുത്തു വാങ്ങിച്ചു കൊണ്ടെന്ന ആ സാധനം പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് അത് തന്നെ കാത്തോളൂ എന്ന് വിചാരിക്കുക. എന്ന് മാത്രം അവസാനിക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേറെയും കുറെ മാർഗമുണ്ട് എന്ന് മൗലാന അൽതാഫ് ഹുസൈൻ അലി പറഞ്ഞതുപോലെ ഏതെങ്കിലും വല്ലാക്കാന്റെ അടുത്ത് പോയിട്ട് കുറച്ച് ചില്ലറ കൊടുത്തിട്ട് മൂപ്പരെ കൊണ്ട് എഴുതിച്ചിട്ട് അത് ഏലസാക്കിയിട്ട് അത് അരി കെട്ടിയാൽ അത് ആ നൂല് കയ്യുമ്മ കെട്ടിയാല് നമ്മളെ ഇനി നൂല് നോക്കിക്കോളും, ഈ ഏലസ് നോക്കിക്കോളും എന്ന് വിചാരിക്കുന്ന വിശ്വാസവും അതിൽ നിന്നൊട്ടും ഭിന്നല്ല. ഈ രൂപത്തിലുള്ള കാര്യങ്ങള് ഞങ്ങളുടെ ആളുകൾ ഇഷ്ടം പോലെ ചെയ്തിരുന്നു. അതുകൊണ്ട് പിന്നെ ആ അതുപോലെ ഞങ്ങളുടെ ആളുകള് അയൽപ്പക്കക്കാരോട് മോശമായ പെരുമാറിയത്, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയായിരുന്നു അവർ ചെയ്തത്. ആ രൂപത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി നിയോഗിച്ചത്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഗുണം, അദ്ദേഹം സത്യസന്ധനായിരുന്നു. അമാനത്ത് യഥാവിധി നിർവഹിച്ചിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ചപ്പോ പിന്നെ ശത്രുക്കൾക്കൊന്നും പറയാനില്ല. നജാഷി രാജാവിനോട് അവർ പറഞ്ഞു, ഈസാ നബിനെ പറ്റി, മറിയം ബീവിനെ പറ്റിയൊക്കെ അവരെ ഖുർആനിൽ കുറച്ച് മോശമായിട്ട് പറയുന്നുണ്ട്. അവിടെ സൂറത്തു മറിയമാണ് ഓതി കേൾപ്പിച്ചു. ആ ഖുർആൻ വചനങ്ങൾ കേട്ടപ്പോ നജാഷി രാജാവിന്റെ താടിരോമങ്ങൾ നനഞ്ഞ് കുതിർന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്ന അതേ നാമൂസ് എന്ന ചക്രവർത്തിയാണ് ഇപ്പോൾ മുഹമ്മദിലും വന്നിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ നജാഷി രാജാവിന്റെ പ്രജകളിൽ ഒരാൾ പോലും ഇസ്ലാം മതം സ്വീകരിച്ചില്ല, നമുക്കറിയാവുന്ന ചരിത്രമാണ്. അങ്ങനെ അദ്ദേഹം ആ ഇസ്ലാമും ഈമാനും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒളിപ്പിച്ച് അദ്ദേഹം മുസ്ലിമായി ജീവിക്കാൻ കുറച്ചു കാലത്തെ അവസരം ലഭിച്ചു. പിന്നെ അദ്ദേഹം മരിക്കുക. ആരും നിസ്കരിച്ചിട്ടില്ല, അവിടെ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല. അബശീനിയയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹീ മുഖേനയാണ് നജാഷി രാജാവിന്റെ മരണ വാർത്ത അറിയിച്ചത്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുജന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത്, നമ്മുടെ ഒരു സഹോദരൻ മരിച്ചിട്ടുണ്ട് നമ്മുടേതല്ലാത്ത ഭൂമിയിൽ വെച്ച്, അതുകൊണ്ട് വരി, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നിസ്കരിക്കാം. അതാണ് മറഞ്ഞ മയ്യത്തിനുള്ള ഒരു നമസ്കാരമായി പരിഗണിക്കുന്നത്. മയ്യത്ത് അവിടെ ഇല്ല, നജാഷി രാജാവിന് വേണ്ടി നിസ്കരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥ ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്. അത് ഒരു വാചാടോപമായി മാത്രം ഒതുങ്ങി നിൽക്കാവതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്ക ഫതഹിന്റെ അന്ന് 10,000-കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ മക്കയുടെ മലനിരകളിൽ ഇറങ്ങി വന്നിട്ട് കഅബാലയത്തിന്റെ താക്കോൽ ചോദിച്ചു. ഒരു രക്തരൂക്ഷിത വിപ്ലവമല്ല, ഒരാളുടെ പോലും രക്തം ചിന്താതെയാണ് ആ മക്ക വിജയം നടക്കുന്നത്. മക്ക കഅബാലയത്തിന്റെ താക്കോല് ഉസ്മാൻ ഇബ്നു ത്വല്ലന്റെ കയ്യിലാണ്. താക്കോല് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഉസ്മാൻ ഇബ്നു ത്വല്ല കഅബയുടെ മേലെ കയറി നിൽക്കുക, താക്കോലേറ്റ്. അത് കൊടുക്കാതെക്കാൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഅബയുടെ താക്കോല് കിട്ടണം. ആരുടെ അടുത്താ താക്കോല്? എല്ലാവരുടെ കണ്ണും ഉസ്മാൻ ഇബ്നു ത്വൽഹയിലേക്ക്. അദ്ദേഹം മുസ്ലിം അല്ല അന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോല് ചോദിക്കുന്നുണ്ട്, ആ താക്കോലൊന്ന് തിരിയണം. മനല്ല മനസ്സോടെയാണ് ആ താക്കോല് കൊടുക്കുന്നത്. കഅബ തുറന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ 2 റക്അത്ത് നിസ്കരിച്ചു. ആ കഅബക്കകത്ത് നിന്ന് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ആ താക്കോല് തന്റെ കയ്യിൽ തിരിച്ചു കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു. അലി റളിയല്ലാഹു അൻഹു ഉണ്ട് അവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ തന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. ആരോ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഞങ്ങളൊക്കെ പ്രയാസപ്പെടുത്തി ഈ കഅബാലയത്തിന്റെ താക്കോല് വാങ്ങി അതിന്റെ ഉള്ളിൽ കയറി, ഇപ്പൊ എന്തേ താക്കോല് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തന്നു. അപ്പോഴാണ് ഈ ആയത്തോതി കേൾപ്പിച്ചത്. അവിടെ ഇറങ്ങിയ ആയത്താത്. എന്താണ് ആയത്തിൽ പറയുന്നത്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്മുറുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. ഇന്നല്ലാഹ യഅ്മുറുകും,
തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻ തുഅദ്ദു അൽ അമാനാത്തി ഇലാ അഹ്ലിഹാ, അമാനത്തായി നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങളിൽ എത്തപ്പെട്ട ആ സൂക്ഷിപ്പു ധനം അതിന്റെ യഥാർത്ഥ ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അമാനത്തിനെ കുറിച്ച് നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട്. ആരെങ്കിലും നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച സൂക്ഷിപ്പു ധനം മാത്രമല്ല അമാനത്ത്. നമ്മൾ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്താൽ പ്രസിഡന്റ് എന്ന നിലക്ക്, സെക്രട്ടറി എന്ന നിലക്ക്, പള്ളി ഭാരവാഹി എന്നുള്ള നിലക്ക് അദ്ദേഹം അത് ചെയ്തോളും എന്ന് നമ്മെ പറ്റി ഒരാള് വിചാരിച്ചാൽ അത് ആ അമാനത്ത് പെടുന്ന. ചെറിയ രൂപം അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നു. ഒരാള് മറ്റൊരാളുടെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യായിട്ട് പറഞ്ഞെന്തിനാ? അയാള് മാത്രം കേട്ടാ മതി എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഉറക്ക പറയാ. ആ സ്വകാര്യം ഉണ്ടല്ലോ, അപ്പൊ തന്നെ അതാണ് പരസ്യപ്പെടുത്തുകയാണെങ്കിൽ അത് ആ അമാനത്തിനോടുള്ള ഒരു ലംഘനമാണ്. അതുവരെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു. അപ്പൊ അമാനത്ത്, ബാപ്പ എന്നുള്ള നിലക്ക് അമാനത്തിന്റെ നമുക്ക്, നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ ഒരു അമാനത്തുണ്ട്. അവിടെ നമ്മൾ കാണിക്കേണ്ട വിശ്വസ്തതയും ആ കസ്റ്റമേഴ്സിനോടുള്ള പെരുമാറ്റവും അങ്ങനെ 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 നീണ്ടുപോവുകയാണ് അമാനത്ത്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഈ അമാനത്തിന് സ്ഥാനമുണ്ടെന്നർത്ഥം. എല്ലാവരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ രാജ്യത്തടക്കം നീതി കിട്ടിയ തിരക്കടില്ലാന്ന്. ഉദ്യോഗരംഗത്ത് നീതി കിട്ടുന്നില്ല എന്ന മുറവിളിയുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അത്തരം പരാതികളുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നാലും ഉണ്ട്. അത് എവിടെ ചെന്നാലും എനിക്ക് കിട്ടേണ്ട ഒരു നീതി ഇയാളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആ രംഗത്ത് ഒരു വലിയ പ്രശ്നമായി മുഴച്ചു നിൽക്കും. പാടില്ല. വിധി കൽപ്പിക്കുമ്പോൾ പോലും നിങ്ങള് നീതിനിഷ്ഠമായിട്ടായിരിക്കണം വിധി കൽപ്പിക്കേണ്ടത്. രണ്ട് കാര്യങ്ങളെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം കവർ ചെയ്യുന്ന വിശിഷ്ടമായ സ്വഭാവമാണ് ഇവ രണ്ടും. ഇന്നല്ലാഹ നിഅമ്മ യഅദുകും ബി, എത്ര നല്ല വഅല്, സാരോപദേശമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്, സൂക്ഷ്മമായി കാണുന്നവനാണ്. ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളും സ്വഭാവ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാമർശങ്ങൾ മാത്രമാണ് ഇതിലൂടെ നമ്മൾ കേൾക്കുകയുണ്ടായത്. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നീതിനിഷ്ഠമായ അമാനത്ത് നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വിശ്വാസി സമൂഹം ശ്രദ്ധിക്കണമെന്ന വലിയ പാഠമാണ് ഇതിലൂടെ അള്ളാഹു നൽകുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മുഖസിത്തീന ഇൻദല്ലാഹ് അലാ മനാബിരിൻ മിൻ നൂർ. ജീവിതത്തിന്റെ മുഴുതലങ്ങളിലും ആരാണോ നീതിനിഷ്ഠമായ ജീവിതം നയിക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിന്റെ ഭവനം തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ പീഠം തന്നെ നാളെ പരലോകത്ത് ഒരുക്കി കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ 7 വിഭാഗത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞത്. ആർക്കാണത്? അതിൽപ്പെട്ട ഒരാള് ഇമാമുൻ ആദിൽ, നീതിനിഷ്ഠമായ ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, സാമൂഹ്യ ജീവിതത്തില്, തൊഴിൽ രംഗത്ത്, അങ്ങനെ എല്ലാ രംഗത്തും ഈ നീതിയും ഈ അമാനത്തും കൈമുതലായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. പ്രവിശാലമായ ഒരു വിഷയമാണ് അമാനത്ത് എന്ന് നമ്മൾ കേൾക്കണ്ടായി. ആരോടൊക്കെ നമുക്ക് കടപ്പാടുകൾ നിർവഹിക്കേണ്ടതുണ്ടോ അത് യഥാവിധി നിർവഹിക്കുന്നത് പ്രവിശാലമായ അമാനത്തിൽപ്പെടും. വിശ്വാസി എന്ന നിലക്ക്, സത്യവിശ്വാസി എന്ന നിലക്ക് അതിൽ ഏറ്റവും മുന്തി നിൽക്കുന്നതാണ് അള്ളാഹുവോട് നമ്മൾ കാണിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട അമാനത്ത്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ച ഒരു വിശ്വാസിക്ക് ആ റബ്ബുമായുള്ള ബന്ധം ഒരു നിലക്കും വിച്ഛേദിക്കാൻ പാടില്ലാത്തതാണ്. അതിന് ഇസ്ലാം പഠിപ്പിച്ച ഒരു വലിയ മാർഗമാണ് റഹ്മാനായ റബ്ബിനെ നിരന്തരം ഓർക്കുകയും ആ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത്. എന്തൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കണം? എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഈ ക്ഷണികമായ ദുനിയാവ് കഴിഞ്ഞിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ സർവ സുഖ അനുഭൂതികളും നിറഞ്ഞ സ്വർഗം കിട്ടാനാണ്. ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ തശഹുദില് അത്തഹിയാത്തില് എന്തൊക്കെ ചോദിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചെന്ന കുറെ കാര്യങ്ങളുണ്ട്, ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുണ്ട്. സ്വർഗം ചോദിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നരകത്തിൽ നിന്ന് മുക്തി നേടാനുള്ള പ്രാർത്ഥനയും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, 7 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെടുകയും നരകത്തിൽ നിന്നുള്ള രക്ഷ തേടുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, യാ റബ്ബ് ഇന്ന അബ്ദുക ഫുലാനൻ സഅലനി ഫഅദ്ഖിൽഹുൽ ജന്ന. സ്വർഗം പറയണം, ഈ സ്വർഗം ആവശ്യപ്പെടുന്നുണ്ട് നിന്റെ അടിമ, നിന്റെ ഉത്തമനായ ഒരു ദാസൻ. അതുകൊണ്ട് ഈ സ്വർഗം നീ നൽകി അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ നരകവും പറയുന്ന, നരകത്തിൽ നിന്നുള്ള മോചനം തേടുന്നുണ്ട് ഇന്ന അടിമ, അതുകൊണ്ട് അയാൾക്ക് നരകമുക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന്. എന്തെല്ലാം പ്രാർത്ഥനകള് ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ആളുകൾ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വർഗം കൊതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനില് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഏതൊരാത്മാവും ഏതൊരു ശരീരവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും. അത് സംശയലേശമെന്നെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം. അതിന് പ്രായം തടസ്സമല്ല, ലിംഗഭേദം തടസ്സമല്ല. എന്നാൽ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ഈ ക്ഷണികമായ ദുനിയാവിൽ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുക ആ ന്യായവിധി നാളിലാണ്, യൗമൽ ഖിയാമ, അന്ത്യനാളിലാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, ആരെങ്കിലും നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെട്ടാൽ വഉദ്ഖിലൽ ജന്ന,
സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതിന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും വഞ്ചനാത്മകമായ ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ്. കൃത്യമായി വിശ്വാസി അറിഞ്ഞിരിക്കണം, വമൽ ഹയാത്തുദ് ദുനിയാ, ഈ ഐഹിക ജീവിതത്തിന്റെ വിഭവങ്ങളെല്ലാം തന്നെ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവങ്ങളാണെന്ന് തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജനങ്ങളെല്ലാം മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. റഹ്മാനായ റബ്ബിനോട് ഈ ചൂട് ഒന്ന് അകറ്റപ്പെടാനും നമുക്ക് നിർമ്മലമായ ജലം ചൊരിയുന്ന നല്ല മഴ ലഭിക്കുവാനും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ അഗിസ്നാ ഗൈസൻ മുഗീസാ ഹനീഅൻ മരീഅൻ സഹ്ഹൻ ഗദഖാ. അല്ലാഹുമ്മ അസ്ഖിനൽ ഗൈസ് വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.